Hi, good evening everyone. Welcome to OET Speaking Speculation. This is me, 𝐎𝐿 from Neethu's Academy. So yes, I'm back another Tuesday here with you guys to discuss a very recent exam model card and the details with you. So I hope all of you are having a really good time and you're staying safe and healthy. And those who are taking the exam very soon, I hope you guys are preparing well as well. So ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാർഡിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. ആസ് യൂഷ്വൽ വി ഫോക്കസ് ഓൺ ദാറ്റ്, ബട്ട് സ്റ്റിൽ എന്നാലും ഇതിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷന് കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. കീവേഡ്സും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്ത് അതിൻ്റെ സിനോണിംസ് ഏതൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയായിരിക്കണം അത് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇനി എക്സാം എഴുതാൻ പോകുന്ന അവർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഇതൊക്കെ തന്നെയായിരിക്കണം. എങ്ങനെയാണ് 3 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്, സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട്. അപ്പോൾ കൂടുതലും സ്റ്റുഡൻസ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സംസാരിച്ച് വരുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നില്ല, ദേ ആർ ഗോയിങ് ബ്ലാങ്ക്. ഓക്കെ, 3 മിനിറ്റ്സിൽ അത്യാവശ്യം ഈ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, വെൻ ദ റിയാലിറ്റി സ്ട്രൈക്സ് എന്ന് പറയുന്ന പോലെ തന്നെ സ്പീക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ കറക്റ്റായിട്ട് ഓർത്തിരുന്ന വാക്കുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഐഡിയ മറന്നു പോകുന്നു, കംപ്ലീറ്റ് ആയിട്ട് ആ സെൻറ്റൻസ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ട്രാൻസിഷൻസ് കംപ്ലീറ്റ്ലി മെസ്സപ്പായി പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ലൈവുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിൻറ്റ്സ്. അപ്പോൾ ഇൻ ഷോർട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ പോയിൻ്റ് ഇതേ ഉള്ളൂ. 3 മിനിറ്റ്സിൽ എത്ര മനോഹരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുവോ, അല്ലെങ്കിൽ എത്ര കാര്യമായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നോ, അത്രയും ഈസി ആയിരിക്കും നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഫോർ 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ 3 മിനിറ്റ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 8 കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആ 8 കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, ഇനീഷ്യൽ അഷുറൻസ്, ആക്ഷൻ വെർബ്സും. ഓരോ ടാസ്കിലും ആക്ഷൻ വെർബ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ എക്സ്പ്ലെയിൻ എന്നാവാം, ഫൈൻഡ് ഔട്ട് എന്നാവാം, ആസ്ക് എന്നാവാം, കൺഫേം എന്നാവാം, പ്രൊവൈഡ് എന്നാവാം, ഗീവ് എന്നാവാം, റീഅഷ്യൂർ എന്നാവാം. അപ്പം ഇങ്ങനെ എല്ലാ ടാസ്കിലും എന്തുണ്ട്, ആക്ഷൻ വെർബ്സ് ഉണ്ട്. ഈ ആക്ഷൻ വെർബ്സിനെ എങ്ങനെ ബ്രേക്ക് ചെയ്ത് ഒരു ഫങ്ഷണൽ ഫ്രേസിലേക്ക് മാറ്റാം എന്നുള്ളൊരു കാര്യം പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ എക്സ്പ്ലെയിൻ ആണ് നിങ്ങളുടെ ആക്ഷൻ വെർബ് എങ്കിൽ ആ ഒരു വാക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെ ഒരു കോൺവെർസേഷൻ രീതിയിലേക്ക് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാം എന്നുള്ളൊരു രീതിയിൽ ഒരു സെൻറ്റൻസിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. അതും 3 മിനിറ്റ്സിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം 4ാമത് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് കീവേഡ്സിൻ്റെ കാര്യം. ഓക്കെ, ആൻഡ് വെൻ ഐ സ്പീക്ക് അബൌട്ട് കീവേഡ്സ്, ദ മെയിൻ പോയിന്റ് ഐ ഹാവ് ടു ടെൽ യു ഇസ്, നിങ്ങൾക്ക് ആ വാക്കിൻ്റെ സിനോണിം അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതറിയില്ലല്ലോ എന്ന് പേടിച്ച് നിങ്ങൾ അത് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുമ്പോഴേക്കും ഒത്തിരി കൺസേൺഡ് ആവേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. കീവേഡ്സ് എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് പറയാം, ആ കാർഡിൽ യൂസ് ചെയ്യാം, അതേ പർട്ടിക്കുലർ സെയിം വാക്ക് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ യൂസ് എ സിനോണിം ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സിനോണിം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എന്താണോ അവിടെ തന്നിരിക്കുന്നത് അതങ്ങ് പറഞ്ഞാൽ മതി. സോ ഫോർ എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂയിങ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ടു ദ പേഷ്യൻറ്റ് എന്നാണ് നിങ്ങളുടെ ടാസ്ക് കിടക്കുന്നതെങ്കിൽ അവിടെ കംപ്ലീറ്റിംഗ് ആൻറ്റിബയോട്ടിക്സ് കോഴ്സ് എന്നുള്ളതാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് അല്ലേ. അപ്പോൾ ആ കംപ്ലീറ്റിംഗ് എന്ന് പറയുന്ന വാക്കിന് നിങ്ങൾക്കൊരു സിനോണിം കിട്ടിയില്ല എന്നിരിക്കെ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ക്യാൻ യൂസ് ദ സെയിം വേർഡ് വിച്ച് ഇസ് ഗിവൻ ദെയർ. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ 3 മിനിറ്റ്സിൽ ഓർഗനൈസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോ ടാസ്ക് റീഡ് ഔട്ട് ചെയ്ത് വായിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യുന്ന ഈ കീവേഡ്സിന് അതിൻ്റെ സിനോണിമാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ആ അണ്ടർലൈൻ ചെയ്തതിന് മുകളിൽ അതിൻ്റെ സിനോണിം എന്താണ് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇനി ഓൺ ദി അതർ ഹാൻഡ് നിങ്ങൾ ആ സെയിം വാക്ക് തന്നെയാണ് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒന്നും ചെയ്യണ്ട, ലീവ് ദ കാർഡ് ബ്ലാങ്ക്. നിങ്ങൾ അവിടെ വരയ്ക്കുകയോ മാർക്കോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഹിൻറ്റാണ്, ഓക്കെ ഇവിടെ ഞാൻ ഇത് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കീവേഡ്സിൻ്റെ കാര്യം ഡീൽ ചെയ്യാം. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ഹൗ ടു എൻഡ് ഈച്ച് ടാസ്ക്. ഓരോ ടാസ്കുകളും എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആക്ഷൻ വെർബ്സിനെ ബ്രേക്ക് ചെയ്ത് ആ സെൻറ്റൻസ് പറഞ്ഞ് തുടങ്ങി അതിൽ നിന്ന് നമ്മൾ കണക്റ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കീവേഡ്സും ഒക്കെ യൂസ് ചെയ്ത് ആ സെൻറ്റൻസ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതൊരു പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യണം അല്ലേ. ഒരു പോയിന്റിൽ നമ്മളത് എൻഡ് ചെയ്യിപ്പിക്കണം. ആ എൻഡിങ് എന്താവണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾക്ക് എൻഡ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പറയുകയാണ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.
എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഇസ് ദാറ്റ് ക്ലിയർ ടു യു, ആർ യു ഫോളോയിങ് മീ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അവിടെ ഫ്രെയിം ചെയ്യാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് യു നീഡ് ടു വർക്ക് ഓൺ ദാറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ടാസ്ക് ഒരു എഡ്യൂക്കേഷൻ ടാസ്ക് ആണോ, ഇൻഫർമേഷൻ കൊടുത്ത ടാസ്ക് ആണോ എന്നൊക്കെ നോക്കുക. അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുക. എങ്ങനെയാണ്? ഇൻഫർമേഷൻ കൊടുത്ത ടാസ്ക് ആണെങ്കിൽ എന്ത് ചെയ്യും? ചെക്ക് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പേഷ്യൻറ്റ്. ഇനി നേരെ തിരിച്ച് നിങ്ങൾ അവിടെ സജഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഒക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത ടാസ്ക് ആണെങ്കിൽ അതിനെ നമുക്ക് ഇൻസ്ട്രക്റ്റീവ് ടാസ്ക് എന്ന് വിളിക്കാം കേട്ടോ. അങ്ങനത്തെ ടാസ്ക് ആണെങ്കിൽ ഒന്നെങ്കിൽ മനസ്സിലായോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പേഷ്യൻറ്റിന് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? 3 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. റീസൺ ബീയിങ്, സംസാരിച്ച് വരുമ്പോൾ ഇത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഒരു റെപ്പിറ്റേഷൻ വരാൻ സാധ്യത കൂടുതലുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഇസ് ദാറ്റ് ക്ലിയർ ടു യു, ആർ യു ഫോളോയിങ് മീ. ഇത് കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇങ്ങനെ റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹിൻഡ്രൻസ് ഇല്ലാതെ, ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് സ്മൂത്തായിട്ട് സംസാരിച്ച് പോകാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ പോയിൻ്റാണ് ഹൗ ടു എൻഡ് ഈച്ച് ടാസ്ക്. ഇനി ടാസ്ക് എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് ടാസ്ക് ട്രാൻസിഷൻ. ടാസ്ക് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഒരു ടാസ്ക് നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ച് ഫിനിഷ് ചെയ്തു അല്ലേ, ആ പോയിന്റിൽ നിന്ന് മുന്നോട്ടേക്ക് അടുത്ത ടാസ്കിലേക്ക് എങ്ങനെ പോകും എന്നുള്ളതാണ് എന്ത്? ടാസ്ക് ട്രാൻസിഷൻ. ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാർഡിൽ ചിലപ്പോൾ സംടൈംസ് ഡിഫോൾട്ടായിട്ട് ചില ട്രാൻസിഷൻസ് ഉണ്ടാവും. നിങ്ങൾ കാണാറുണ്ട്, ചില ടാസ്കിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടെ ഉണ്ടാവും, ഫൈൻഡ് ഔട്ട് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ്. കണ്ടിട്ടില്ലേ അങ്ങനെ? ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫോൾട്ട് ട്രാൻസിഷൻ. ഇത് കാർഡ് തന്നെ നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ മതി, ഈ ഒരു ട്രാൻസിഷൻ ഉപയോഗിച്ച് മുന്നോട്ട് പൊക്കോളൂ എന്നുള്ളൊരു പോയിൻ്റാണ് അല്ലേ. ഇങ്ങനത്തെ ടാസ്ക്സിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം? നേരത്തെ നമ്മൾ മുൻകൂട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം, ഇവിടെ നിന്ന് ഇത് ചെയ്ത് പോവാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടത് ഇതുപോലെ ഡിഫോൾട്ട് ട്രാൻസിഷൻ തന്നിട്ടില്ലാത്ത ടാസ്കുകളുടെ അവസാനമാണ് നിങ്ങളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ ചാടിക്കേറി ട്രാൻസിഷനിലേക്ക് ഒരിക്കലും പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് ഇറ്റ് ഷുഡ് നോട്ട് സൗണ്ട് ലൈക്ക് യു ആർ റഷിംഗ് ടു ഫിനിഷ് ദ എൻറ്റയർ കോൺവെർസേഷൻ. യു നീഡ് ടു ബി വെരി നാച്ചുറൽ വിത്ത് ഇറ്റ് and give that space for the patient to raise a question if needed. പേഷ്യൻറ്റിന് ഇനി ഇൻ കേസ് ഒരു ചോദ്യം ചോദിക്കാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യും, ഇസ് ദാറ്റ് ക്ലിയർ ടു യു മിസ്റ്റർ ഡേവിഡ് എന്ന് പറയുമ്പോൾ മിസ്റ്റർ ഡേവിഡ് ഒരു പക്ഷേ യെസ് ദാറ്റ് ഈസ് ക്ലിയർ ടു മീ ബട്ട് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദിസ് എന്നുള്ള രീതിയിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്കോ അടുത്ത ടാസ്കിലേക്കോ ലീഡ് ചെയ്യാനും പോസിബിളാണ്. അപ്പോൾ അതിന് നിങ്ങളൊരു സ്പേസ് കൊടുക്കാം. അപ്പോൾ ഈസ് ക്ലിയർ ടു യു നിങ്ങൾ മുന്നത്തെ ടാസ്ക് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പേഷ്യൻറ്റ് യെസ് പറഞ്ഞു, വെയിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 2 seconds ടൈം. 2 seconds എന്ന് പറയുമ്പോൾ 1, 2. ആ ടൈമിൽ മിസ്റ്റർ ഡേവിഡിന് അടുത്ത് കൺസേൺ റേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തോളും, ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കായിട്ട് തന്നെ അടുത്ത ടാസ്ക് പോവാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ട്രാൻസിഷൻ ചെയ്യേണ്ടതെന്നുള്ളത്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചു, എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. യു ക്യാൻ യൂസ് കണക്റ്റേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും കണക്റ്റേഴ്സ് അറിയാം. സോ മൂവിങ് ഓൺ, നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണക്റ്റേഴ്സ് ഉപയോഗിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാം, general ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? വുഡ് യു ലൈക്ക് മീ ടു എക്സ്പ്ലെയിൻ എനിത്തിങ് എൽസ് ടു യു? ഇസ് ദർ എനിത്തിങ് യു വുഡ് ലൈക്ക് ടു ഡിസ്കസ് വിത്ത് മീ? Do you want me to clarify anything to you? Do you have any questions for me? അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ട്രാൻസാക്ഷൻ നടത്താം. ഇനി അതല്ലാതെ മൂന്നാമത്തെ ഒരു മെത്തേഡാണ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് വേ ഓഫ് ട്രാൻസിഷൻ ബിക്കോസ് that tells you you are having a proper organization. ഓക്കെ, അടുത്ത ടാസ്കിൽ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അതിനെപ്പറ്റി പേഷ്യൻറ്റിന് അവെയർ ആണോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു കൺസേൺ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്കൊരു ചോദ്യം ഇട്ട് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ടാസ്കിലും നമുക്ക് എന്ത് പറ്റില്ല? സ്പെസിഫിക് കൺസേൺസ് പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് പറ്റില്ല. അത് നിങ്ങൾ ടാസ്ക് വായിച്ചു വരുമ്പോൾ ആ ഒരു ടാസ്കിൻ്റെ നേച്ചറൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ ചിന്തിക്കുക, ഇവിടെ സ്യൂട്ടബിൾ ഏതായിരിക്കും? ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കുമോ സ്യൂട്ടബിൾ, അല്ലെങ്കിൽ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആയിരിക്കുമോ സ്യൂട്ടബിൾ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലോജിക്കൽ ഇതിന് റീസണബിൾ ആയിട്ടുള്ളൊരു പോയിന്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. Now, once you have prepared the end of each task, the next point is to plan where to use the phrases and things that you have learned. ഒരുപാട് ഫ്രേസസും ഒരുപാട് വൊക്കാബുലറി ഒക്കെ നിങ്ങൾ ഇതിനകം തന്നെ ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഉപയോഗിക്കണം.
ആണല്ലോ. അപ്പം അങ്ങനെ ഉപയോഗിക്കേണ്ടത് എവിടേക്കാണ്, ഏത് ടാസ്കിൻ്റെ കൂടെ ഏത് ഫ്രേസ് പറയാം, ഏത് ടാസ്കിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അപ്പോൾ എവിടെയാണ് പോസ് ചെയ്യേണ്ടത്, ഇവിടെ ഇൻറ്ററാക്ട് ചെയ്യണം. ചിലപ്പോൾ 2 കാര്യങ്ങളൊക്കെ ഒരു ടാസ്കിൽ ചെയ്യാനുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ടാസ്കിൽ ഒരുമിച്ച് ചെയ്തു പോകണോ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് ഇൻറ്ററാക്ട് ചെയ്തിട്ട് ചെയ്തു പോകണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ് ഇനി. ആൻഡ് ലാസ്റ്റ്ലി കൺക്ലൂഷൻ ഓൾവേസ് റിമെമ്പർ ഇറ്റ്സ് ആസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് യുവർ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ ഒരു തുടക്കത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്ന കാര്യം. സോ ഓൾവേസ് റിമെമ്പർ, നിങ്ങൾ എന്ത് കോണ്ടെക്സ്റ്റ് ആണോ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്, ഏത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വേണം നിങ്ങളുടെ കോൺവെർസേഷൻ എൻഡ് ചെയ്യാനായിട്ട് എന്നുള്ളൊരു കാര്യം ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ പേഷ്യൻറ്റിനോട് നിങ്ങൾ പറഞ്ഞു ഓക്കെ അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ റിവ്യൂവിന് വരണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺക്ലൂഷൻ നിങ്ങൾ പറയും സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ ടു യു, സോ പ്ലീസ് ഡോണ്ട് വറി, മേക്ക് ഷുവർ ദാറ്റ് യു ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സൂണർ യു വിൽ സ്റ്റാർട്ട് ടു സീ ദ ചേഞ്ചസ്. ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക് മിസ്റ്റർ ഡേവിഡ്. ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക് മീൻസ് നമുക്കറിയാം നമുക്ക് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ആ റിവ്യൂ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വി നോ ദിസ് പേഴ്സൺ വിൽ ബി ബാക്ക് 1 week later. സോ എന്ത് ചെയ്യാം, ആ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് എത്തിക്കാം. ഇനി അതല്ല, നിങ്ങളൊരു സ്യൂച്ചർ റിമൂവൽ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വാർഡിലേക്ക് ചെന്നിട്ട് പ്രീ ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനുമാണ് ചെന്നിരിക്കുന്നത് വിചാരിക്കുക. സർജറിക്ക് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം പ്രീ ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞതിന് ശേഷം അവസാനത്തേക്ക് വരുമ്പോൾ സോ മേ ഐ സ്റ്റാർട്ട് പ്രിപ്പയറിങ് യു ഫോർ ദ സർജറി എന്നുള്ള രീതിയിൽ തന്നെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമുക്ക് കണ്ടുവരുന്ന കാർഡ്സിൽ കൺക്ലൂഷൻ എന്ത് പറയണം എന്നുള്ള പോയി എസ്റ്റാബ്ലിഷ് കൺസെൻറ്റ് ടു സ്റ്റാർട്ട് വിത്ത് വൈറ്റൽസ് ചെക്കിങ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് എക്സാമിനേഷൻ അങ്ങനെ തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കയ്യിൽ നിന്നിട്ട് കഷ്ടപ്പെട്ട് കൺക്ലൂഷൻ കൊണ്ടുവരേണ്ട, കാരണം ഓൾറെഡി കാർഡിൽ തന്നെ കൺക്ലൂഷൻ വരുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് 3 minutes എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഇന്നഫ് ഇൻഫർമേഷൻ ടു പ്രസൻറ്റ്. ഫുൾ നിങ്ങൾ ആ ഒരു റൂട്ട് മാപ്പ് പ്രിപ്പയർ ചെയ്യുക അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാർഡിൽ നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ നൗ ഐ വിൽ ഷെയർ ദ കാർഡ് on the screen, so make sure that you prepare it. You have 3 minutes for it. ഈ പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കാം. Over to the screen.
Alright everyone, welcome back. So I hope all of you have prepared the card very well. ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. So yes, good evening everyone. Hi Ezekiel, Vineet, Nina, hello, good evening to one and all. So yes, ഇന്നത്തെ കാർഡിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. So I hope all of you have gone through the each and every point കേട്ടോ. So the setting is given here as clinic. And when you read the background information, you can see that your patient is a 45-year-old who recently underwent an appendectomy. He or she is experiencing minor chest pain and is concerned about the possibility of DVT or pulmonary embolism. First task is confirm the reason for the visit, post-surgical follow-up, assessment of symptoms, wound check. Find out how the patient has been recovering. So this is your entire context. ഇത്രയും ഇൻഫർമേഷൻ വായിച്ചു കഴിയുമ്പോൾ you need to understand whether it is a non-case. ഇനി നോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് നോൺ കേസ് ആണ്. ഓക്കെ, സോ ഇത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഓൾറെഡി പേഷ്യൻറ്റ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് അണ്ടർവെൻറ്റ് ചെയ്തതാണ്, അപ്പൻഡെക്ടമി ഒക്കെ കഴിഞ്ഞതാണ്, ഫോളോ അപ്പിന് വന്നിരിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ടാസ്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഈസ് ബേസിക്കലി എ നോൺ കേസ്. അപ്പോൾ ഇതൊരു നോൺ കേസ് ആണെന്നുള്ള കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നൊരു പോയിൻ്റാണ്. ഇനി നോൺ കേസ് ആണെന്ന് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏത് ടൈപ്പ് ഓഫ് നോൺ കേസ് ആണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ യെസ്, എസെക്കിയൽ ഹാസ് മെൻഷൻ ഇറ്റ് ഇസ് എ സെക്കൻഡ് കാറ്റഗറി നോൺ കേസ്. വെരി ഗുഡ്, എക്സലൻറ്റ്. സോ ഇതൊരു സെക്കൻഡ് കാറ്റഗറി നോൺ കേസ് തന്നെയാണ്. ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ഗൈസ് ആർ ക്യാച്ചിങ് അപ്പ് വെരി വെൽ. അപ്പോൾ ഇതിൽ നമുക്ക് വായിച്ചു വരുമ്പോൾ യുവർ പേഷ്യൻറ്റ് എന്നൊരു പോയിന്റ് മെൻഷൻഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കാം ഇത് നമ്മുടെ പേഷ്യൻ്റാണ്. ഓക്കെ, നമ്മൾ ഈ പേഷ്യൻറ്റിന് ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്ന ഡീറ്റെയിൽ ആണെന്ത് യുവർ പേഷ്യൻറ്റ് എന്ന് തന്നിരിക്കുന്ന നോൺ കേസ് കോണ്ടെക്സ്റ്റിൽ വരുന്ന ഒരു ഡീറ്റെയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് കാറ്റഗറിയാണ്. സെക്കൻഡ് കാറ്റഗറി ആകുമ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ 3 minutes we need the name. ഓക്കെ, സെക്കൻഡ് കാറ്റഗറിയിൽ എന്തായാലും പേര് വേണം. കാരണം ഇതിന് മുന്നേ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്, നിങ്ങളുടെ പേഷ്യൻ്റ് ആണ് എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും പേര് വേണം. ഇത് ഫസ്റ്റ് കാറ്റഗറി നോൺ കേസ് ആണെങ്കിൽ നമുക്ക് വെരിഫിക്കേഷനിലൂടെ പേര് ചോദിച്ചാൽ മതിയാവും. 3 minutes തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ 3 minutes പേര് ചോദിച്ച് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി കേട്ടോ. അപ്പോൾ ഇവിടെ ലെറ്റ്സ് കോൾ ദി പേഷ്യൻറ്റ് മിസ്റ്റർ ജോൺ. അങ്ങനെയാണെങ്കിൽ റോൾ പ്ലേ നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഗ്രീറ്റിംഗ്. ഹായ്, ഗുഡ് ഈവനിങ് മിസ്റ്റർ ജോൺ, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? ഒരു ഗ്രീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് ശേഷം ഒരു റാപ്പോ ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് ദ പേഷ്യൻറ്റ് ഹൗ ആർ യു ഡൂയിങ് ടുഡേ, ഓക്കെ എന്നുള്ള രീതിയിൽ പറയാം. സോ ദ പേഷ്യൻറ്റ് വിൽ ടെൽ യു വൺ എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. സേ ഫോർ എക്സാമ്പിൾ ദ പേഷ്യൻറ്റ് ഈസ് സെയിങ് യെസ് ഐ എം ആക്ച്വലി ഫീലിംഗ് ബെറ്റർ ബട്ട് ദർ ആർ ഫ്യൂ തിങ്സ് ദാറ്റ് ഐ എം എക്സ്പീരിയൻസിങ് ആൻഡ് ഐ എം ലിറ്റിൽ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് ദ റീസൺ വൈ ഐ എം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കാം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു അക്നോളജ്മെൻറ്റ് പറയണം. ആ അക്നോളജ്മെൻറ്റിൻ്റെ കൂടെ ഇതിനല്ലേ വന്നിരിക്കുന്നത് എന്ന് ചെയ്യേണ്ട ടാസ്ക് നമ്പർ 1 കൺഫേം ദ റീസൺ ഫോർ ദ വിസിറ്റ് എന്നുള്ള പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ദിസ് ഈസ് ഹൗ യു വിൽ ഡു ഇറ്റ്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇഫ് ദ പേഷ്യൻറ്റ് ടെൽസ് യു വെൽ ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് ഗ്രേറ്റ് അറ്റ് ദ മൊമെൻറ്റ് ബിക്കോസ് ഐ എം എക്സ്പീരിയൻസിങ് ഫ്യൂ ഡിഫിക്കൽട്ടീസ്, ഐ ഹാവ് എ മൈനർ ചെസ്റ്റ് പെയിൻ ആൻഡ് ഐ എം ആക്ച്വലി കൺസേൺഡ് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നൊക്കെയുള്ള രീതിയിൽ പേഷ്യൻ്റായിട്ട് തന്നെ ഒരു പോയിന്റ് പറഞ്ഞു എന്ന് വിചാരിക്കുകയാണെങ്കിൽ so what you can do is you can directly move into the point. Okay, well let's see how we can do this. Okay, so hi, good evening Mr. John, how are you feeling today? Or then the patient says, well, I'm not feeling that great. I am a little concerned about the possibility of deep vein thrombosis because I'm experiencing minor chest pain. I did my research and I came to know that after appendectomy, if you experience chest pain, this is a this is a possibility. എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻ്റായിട്ട് ഇൻഫർമേഷൻ തന്നു. What is your point? Well, Mr. John, I understand that you are quite overwhelmed at the situation and you have some concerns, but please don't worry. We are there to help you and I will definitely help you with the information or look into it. I will definitely look into it എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. And then you can say, so from your report I can say that today was your review, അല്ലെങ്കിൽ today is your review date and you're here to discuss the
you're here for the assessment of your symptoms and for the wound check. So yes, Mr. John, as when I do that, we will also discuss the possibility of other symptoms and we will also discuss more about your present situation. എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്നോളജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയാം. അതാണ് ഫസ്റ്റ് ടാസ്കിൽ വന്നിരിക്കുന്ന പോയിന്റ്. ഇനി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൺഫേം ദ റീസൺ എന്നുള്ള രീതിയിൽ പറയാം. അതിനുശേഷം ഫൈൻഡ് ഔട്ട് ഹൗ ദി പേഷ്യൻറ്റ് ഹാസ് ബീൻ റിക്കവറിംഗ് എന്നും ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ചെയ്തത് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടും നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്നത് ഈ ഫൈൻഡ് ഔട്ട് ഹൗ ദ പേഷ്യൻറ്റ് ഇസ് ഫീലിംഗ് എന്നുള്ള അല്ലെങ്കിൽ ഹൗ ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ റിക്കവറിംഗ് എന്നുള്ളൊരു പോയിന്റ് ഞാൻ ആദ്യം ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു പോയിന്റ് ചെയ്തു. ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കത് കുറച്ച് ലെങ്തി ആയിട്ടും കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ്സ് പറയേണ്ടി വന്നു, ഒരു കോണ്ടെക്സ്റ്റ് വന്നത്. ഇനി അങ്ങനെയല്ല, നമ്മൾ ഇതിനെ ഫസ്റ്റും ഇതിനെ സെക്കൻഡായിട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്കിത് ഡീൽ ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡു ദിസ്. കേട്ടോ, നമ്മളിത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? ഹായ്, ഗുഡ് ഈവനിങ് മിസ്റ്റർ ഡേവിഡ്, ഐ ബിലീവ് യു ആർ ഹിയർ ഫോർ യുവർ റിവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് ആ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഐ ബിലീവ് യു ആർ ഹിയർ ഫോർ യുവർ റിവ്യൂ ആൻഡ് അസസ്മെൻറ്റ് ഓഫ് യുവർ സിംറ്റംസ്, ആം ഐ റൈറ്റ് എന്നുള്ള രീതിയിൽ 1-2 പോയിന്റ്സ് ഇവിടെ പറയാം. ഓക്കെ, റിവ്യൂന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, കാരണം ഇതെല്ലാം അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു say like, you know, I understand that you are here for the post-surgical follow-up, assessment of your symptoms and wound check എന്ന് പറയണമെന്ന് നിർബന്ധമില്ല. പറയുകയാണെങ്കിൽ പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ you can simply say I believe you are here for your review. അങ്ങനെ പറയുമ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അയാൾ പറയും യെസ് ഐ എം ഹിയർ ഫോർ ദി റിവ്യൂ. അത് പറഞ്ഞതിന് ശേഷം അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എന്ത് ചോദിക്കാം? ഓക്കെ, സോ കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ യു ഹാവ് ബീൻ റിക്കവറിങ്. Okay, find out how the patient has been recovering. So could you please tell me about your recovery, and is there anything that I should know about it, or how was your recovery, or how have you been recovering? Simple ആയിട്ട് അങ്ങനെ ചോദിക്കാം. How the patient has been recovering എന്നല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പേഷ്യൻ്റ് എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം, how you എന്നാക്കാം. So how you has അപ്പം എന്തായി മാറും, has മാറി have ആവും. സോ ഹൗ യു ഹാവ് ബീൻ റിക്കവറിങ് എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോകാം. ഓക്കെ, സോ ദ പേഷ്യൻറ്റ് ടെൽസ് യു ഇതൊക്കെയാണ് എനിക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇത്രയും ഈസി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി അതല്ല, കുറച്ച് ഡെവലപ്പ് ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ സംസാരിക്കണം എന്നുള്ള ഒരു മൈൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തു പോകാം. സോ വാട്ട് എവർ ഇസ് യുവർ പോയിന്റ്, യു ക്യാൻ ഫോളോ ദാറ്റ്. സോ ഒന്നെങ്കിൽ ആദ്യം ഈ ഒരു പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാം. സോ ഐദർ വേ ഇറ്റ് വുഡ് ബി ഫൈൻ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. എക്സ്പ്ലോർ ഡീറ്റെയിൽസ് ഓഫ് സിംറ്റംസ്. പേഷ്യൻ്റ് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ചെസ്റ്റ് പെയിനും കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ നോർമലാണോ, അത് കൺസേൺ ഉണ്ട് എന്നുള്ള രീതിയിൽ പേഷ്യൻ്റ് അവിടെ നിങ്ങളുടെ അടുത്ത് റിപ്ലൈ ചെയ്തു. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, അക്നോളജ് ചെയ്യണം അല്ലേ. സോ വാട്ട് യു ഷുഡ് സേ, I'm really sorry to hear that you're experiencing some symptoms. So Mr. John, let me ask you some questions so that I can get a better picture about your situation. May I? സൈൻ പോസ്റ്റ് ചെയ്തു, പെർമിഷൻ എടുത്തു, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സ്വെല്ലിംഗ്, റെഡ്നെസ് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ കണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നെങ്കിൽ ചോദിക്കാം. സോ ഡു യു ഹാവ് എനി സ്വെല്ലിംഗ് ഓർ റെഡ്നെസ് അറൗണ്ട് ദാറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഡിഡ് യു നോട്ടീസ് എനി സ്വെല്ലിംഗ് ഓർ റെഡ്നെസ് ഇൻ ദാറ്റ് ഏരിയ? ഡു യു ഫീൽ വാംത്ത് ഇൻ യുവർ ലെഗ്സ്? ഡു യു എക്സ്പീരിയൻസ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്? ഡു യു ഫീൽ ഡിസി? Okay, and find out about risk factors. So I would like to ask you a few questions which I think could be risk factors in this case. So do you take very long time, or do you take rest for a very long time? Do you take prolonged bed rest? Do you take prolonged bed rest? Next one, do you have any history of clothing disorders? Do you smoke cigarettes? And questions ചോദിച്ചു പോവാം. So this is how you can do the second task. ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ you need to give a summary. So thank you very much for answering all my questions. From what you told me, I understand that you do experience swelling and redness in that area, and it is quite warm sometimes, and you do have shortness of breath, and you feel dizzy sometimes. അത്രയും പോയിന്റ് പറയുമ്പോൾ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്, അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് എന്ത്, സ്പീക്കിംഗ് അബൌട്ട്. So you can say, speaking about the risk factors, you did take prolonged bed rest, and you have a history of clothing, you have a history of blood clotting, and you do smoke cigarettes sometimes. Am I right? എന്നുള്ള രീതിയിൽ ഈ പോയിന്റ് എല്ലാത്തിനും അയാൾ എസ് പറഞ്ഞെന്ന് വിചാരിക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചോദിച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡു ദാറ്റ് പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. റീഅഷ്യൂറൻസ് അബൌട്ട് ചെസ്റ്റ് പെയിൻ.
നമ്മൾ ആമേറായിട്ട് ചോദിച്ചു, പേഷ്യൻ്റ് പറഞ്ഞു ഇതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു. വാട്ട് യു സെഡ് ഈസ് ആബ്സല്യൂട്ട്ലി റൈറ്റ് എന്ന് പറഞ്ഞ് പേഷ്യൻ്റ് അവിടെ വൈൻഡ് അപ്പ് ചെയ്തു. സോ യുവർ പോയിന്റ് ഈസ് ടു റീഅഷ്യൂർ ദ പേഷ്യൻറ്റ് റിഗാർഡിംഗ് ദ ചെസ്റ്റ് പെയിൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഐ ഗോട്ട് ഓൾ ദ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് തന്നെ പറയാം. സോ വെൽ മിസ്റ്റർ ജോൺ, I totally understand that you're really concerned about your present symptoms. So let me reassure you that എന്ന് പറഞ്ഞ് ചെയ്യാം. അല്ലെങ്കിൽ if it gives you any peace of mind, I reassure you that the symptoms you're experiencing now, it could be, ഇവിടെ can be അല്ല തന്നേക്കുന്നത്, അപ്പം എന്ത് മാറ്റം അതിനെ? could എന്ന് മാറ്റാം കേട്ടോ. It could be post-surgical discomfort, or it can be from, or it could be a result of muscle strain or anxiety. So please don't worry too much about it. I understand that you are thinking you might have a deep vein thrombosis. So yes, I would like to explain the symptoms of deep vein thrombosis or pulmonary embolism with you. So you might experience sudden severe chest pain and you will have very much of difficulty to breathe. So I would like to talk to you more about DVT and pulmonary embolism. It is a very rare but serious condition and you need to seek a medical attention at the earliest if the symptoms worsen or any of the symptoms match with what I just told you. എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റും കംപ്ലീറ്റ് ആവും. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡു ടാസ്ക് നമ്പർ 3. ഓക്കെ, ഈ ഒരു പോയിന്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് പേഷ്യനോട് ചോദിക്കാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. അല്ലെങ്കിൽ യു ക്യാൻ ആസ്ക് ദ പേഷ്യൻറ്റ്, സോ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മൈറ്റ് സൗണ്ട് വെരി വറിയിങ് ടു യു. ഒരു റീഅഷ്യൂറൻസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയാം. അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മൈറ്റ് സൗണ്ട് വെരി വറിയിങ് ടു യു, ബട്ട് പ്ലീസ് ഡോണ്ട് വറി, വി ആർ ഓൾ ദെയർ ടു സപ്പോർട്ട് യു ആൻഡ് ടേക്ക് കെയർ ഓഫ് യു എന്ന് പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞു. നൗ ലെറ്റ്സ് ഫോക്കസ് മോർ ഇൻ ടു ഹൗ ദ സെൻറ്റൻസ് വെർ കൺസ്ട്രക്റ്റഡ് ഫോർ ദിസ് പർട്ടിക്കുലർ ടാസ്ക് കേട്ടോ. റീഅഷ്യൂറൻസ് അബൌട്ട് ചെസ്റ്റ് പെയിൻ. റീഅഷ്യൂർ എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങളുടെ എല്ലാ കാർഡിലും കാണുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ നമ്മൾ സ്പീക്കിംഗ് ക്ലബിലൊക്കെ സ്ഥിരം സംസാരിക്കുന്ന ഒരു കാര്യമാണ്. റീഅഷ്യൂർ എന്ന് പറയുന്ന വാക്ക് 2 രീതിയിൽ നിങ്ങൾ കാർഡിൽ കാണാൻ പറ്റും. ഒന്നാമത്തെ രീതി ടാസ്കിൻ്റെ ഇടയിൽ. ഓക്കെ, അതായത് ഒരു ടാസ്ക് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടാസ്ക് ഒരു സെൻറ്റൻസ് കഴിയുമ്പോൾ അടുത്ത സെൻറ്റൻസ് ആയിട്ട് റീഅഷ്യൂർ അബൌട്ട് ദ കണ്ടീഷൻ, അല്ലെങ്കിൽ റീഅഷ്യൂർ അബൌട്ട് ദ ചെസ്റ്റ് പെയിൻ, അല്ലെങ്കിൽ റീഅഷ്യൂർ അബൌട്ട് ദ റിക്കവറി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂറ്റി, അതായത് ആ സെയിം ടാസ്കിൽ നിന്ന് തന്നെ ഒരു കണ്ടിന്യൂഡ് എക്സ്പ്ലനേഷൻ വരുന്നത് പോലെ വരാറുണ്ട്. അങ്ങനത്തെ കേസസിൽ കാണപ്പെടുന്ന ഒരു പോയിൻ്റാണ് റീഅഷ്യൂർ. അതല്ല എന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഒരു പുതിയ ടാസ്ക്കായിട്ട് റീഅഷ്യൂർ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നെക്സ്റ്റ് ടാസ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിട്ടുള്ള രീതിയിലും കാണാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളൊരു പുതിയ ടാസ്ക്കായിട്ട് ഇതിനെ കാണുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി കൺസേൺസ്? ഓക്കെ, അങ്ങനെ ഒരു പുതിയ ടാസ്ക് ആയിട്ട്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു ഗൈസ്. റീഅഷ്യൂർ എന്ന് പറയുന്ന വാക്ക് ഒരു ടാസ്കിൻ്റെ ആദ്യം കിടക്കുന്നു, അതും ഒരു പുതിയ ടാസ്കിലാണ് കിടക്കുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ ആസ്ക് ദ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി കൺസേൺസ്? അപ്പോൾ പേഷ്യൻ്റ് ഒരു കൺസേൺ റേസ് ചെയ്യും, എന്നിട്ട് നമുക്ക് ചെയ്തു പോകാം. പക്ഷേ ഇവിടെ ഞാനത് ചെയ്യാനതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി പേഷ്യൻറ്റിനോട് അതിന് മുന്നത്തെ ടാസ്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഇൻഫർമേഷൻ ഇങ്ങോട്ട് ഗ്യാദർ ചെയ്യുക ചെയ്തത് അല്ലേ. ഇങ്ങോട്ട് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ഒക്കെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ലോജിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ചോദിക്കരുത്. പക്ഷേ അങ്ങോട്ടേക്ക് കുറേ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ട് പിന്നെയാണ് റീഅഷ്യൂർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ടാസ്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, സോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ലോജിക്കലി കറക്റ്റാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഗിവിങ്, അതായത് അങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കേസസ് കേട്ടോ. അങ്ങനെ ഇൻഫർമേഷൻ ഗിവിങ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റീഅഷ്യൂർ കിടക്കുന്നതെങ്കിൽ then what you can do is you can ask the question, do you have any concerns എന്നുള്ള ചോദ്യം അവിടെ ചോദിക്കാം. ഇനി അങ്ങനെയല്ല, കുറച്ച് ഇൻഫർമേഷൻ ഗ്യാതറിങ്, ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉടനെ തന്നെ റീഅഷ്യൂർ എന്ന് കിടക്കുകയാണെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ് കേട്ടോ. അവിടെ നിങ്ങൾ നോർമലി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണക്ടർ ഉപയോഗിച്ച് ഐ റീഅഷ്യൂർ യു ദാറ്റ് യു മസ്റ്റ് ബി കൺസേൺഡ് അബൌട്ട് എന്ന് പറഞ്ഞ് പോവാം. ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് അങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ് ആണ് തന്നിരിക്കുന്നത്, അതിന് ശേഷമാണ് റീഅഷ്യൂറൻസ് അല്ലെങ്കിൽ റീഅഷ്യൂർ എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഡു യു ഹാവ് എനി കൺസേൺസ് ചോദിച്ച് പോവാത്തത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ, രണ്ടാമത്തെ ടാസ്കും ഒരു എക്സ്പ്ലനേറ്ററി ടാസ്ക് ആയിരുന്നു എന്നാണെങ്കിൽ ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഗോൺ വിത്ത് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള പോയിന്റ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് പോവുമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. സോ ദാറ്റ് ഈസ് ഹൗ ഐ എം സ്റ്റാർട്ടിങ്. ഇവിടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ റിയലി കൺസേൺഡ് അബൌട്ട് യുവർ പ്രസന്റ് സിംപ്റ്റംസ്. സോ ലെറ്റ്സ് ഡിസ്കസ് മോർ അബൌട്ട് ഇറ്റ്. If it gives you any peace of mind, I reassure you that the symptoms that you're experiencing right now could be post-surgical discomfort. It also could be a result of muscle strain,
and your anxiety. So please don't worry too much about it, and please don't think too much about it. Having said that, I understand you have a concern you might have deep vein thrombosis or pulmonary embolism. So I would like to discuss and explain the possible symptoms of DVT or pulmonary embolism. So in case of such a condition, you might start to experience sudden severe chest pain, okay, and very much of difficulty in breathing. As of now, you have a minor chest pain എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവിടെ add on ചെയ്തു പോവാം, and you have slight shortness of breath. However, so there is nothing for you to be worried about. However, I highly recommend you to be very cautious about it because it is a rare but serious condition. So in case of any medical emergencies, or if you notice that your symptoms worsen or match any of the symptoms that I've told you, please contact us immediately because we need to give you immediate treatment എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് കഴിയും. So that is how we can do task number 3. Okay, I hope it's clear to you guys. So once you have done that, always remember നമ്മൾ പേഷ്യൻറ്റിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് അപ്സെറ്റിംഗ് ഇൻഫർമേഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ പേഷ്യൻറ്റിനെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് അക്നോളജ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? I understand you are too concerned about the information that I've gave you. I understand it's quite overwhelming for you, but please don't worry. We have a very good team here and we will take really good care of you. എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം, so is that clear to you? Our patient പറയും, yes, that is clear to me, but I'm a little concerned about how to prevent it. Okay, so right now I'm not having the same symptoms, but I would really like to prevent it in the future. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് അല്ലേ? എക്സ്പ്ലെയിൻ പ്രിവെൻറ്റേറ്റീവ് മെഷേഴ്സ്. എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? ഏർലി മൊബിലൈസേഷൻ വേണമെന്ന് പറയുന്നു, ഹൈഡ്രേഷൻ വേണമെന്ന് പറയുന്നു, ലെഗ് എക്സസൈസസ്, യൂസ് ഓഫ് കംപ്രഷൻ സ്റ്റോക്കിങ്സ്. ഇത്രയാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റായിട്ട് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എങ്ങനെ എനിക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഇങ്ങോട്ടേക്ക് ചോദിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയണം? Mr. John, I totally understand, അല്ലെങ്കിൽ I appreciate your willingness to know more about preventative measures, so let's have a look at those. I highly recommend to you to start mobilizing early. Early mobilization എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്തെന്ന് നോക്കിയോ? I highly recommend എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം അത് നമ്മളൊരു സജഷൻ കൊടുക്കുകയാണ് അല്ലേ, റെക്കമെൻഡേഷൻ കൊടുക്കുന്ന പോലെയാണ്. സോ highly recommend you to start mobilizing early. To start mobilizing early. ഹൈഡ്രേഷൻ എന്നൊരു പോയിന്റിന് നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക. കാരണം എവിടെ ഹൈഡ്രേഷൻ കണ്ടാൽ എന്ത് ചെയ്താൽ മതി? എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതങ്ങ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഒരുപാട് എഴുന്നാൽ തള്ളപ്പോൾ തന്നെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പോൾ ഹൈഡ്രേഷൻ കാണുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കുക. ആൻഡ് ഇൻക്രീസ് യുവർ ഫ്ലൂയിഡ് ഇൻടേക്ക്. അല്ലെങ്കിൽ ആൻഡ് റിമെമ്പർ ടു സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് പറയാം. ആൻഡ് റിമെമ്പർ ടു സ്റ്റേ ഹൈഡ്രേറ്റഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, പ്ലീസ് ഡു സം ലെഗ് എക്സസൈസസ് and I will give you more details about it. കാരണം ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കണമല്ലോ അല്ലേ? അപ്പോൾ പ്ലീസ് ഡു സം ലെഗ് എക്സസൈസസ്. I will give you more details about it. We also will provide you compression stockings, so please remember to use it. We will also give you compression stockings, so please remember to use it. ഇത്രയും പോയിന്റ് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഈ ചോദ്യത്തിലേക്ക് പോരുത്. ഇവിടെ നമുക്ക് എന്ത് വേണം? ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു റീഅഷ്യൂറൻസ് കൂടെ പറയണം. And I reassure you that if you follow these instructions, you can prevent the possibility of this condition to an extent. If you follow these instructions, you can prevent the possibility of having deep vein thrombosis or pulmonary embolism to an extent. Okay. അത്രയും പറയുമ്പോൾ ആ ഒരു പോർഷൻ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ചോദിക്കാം, find out any questions. So is there anything else I can help you with? Or do you have any further questions? Do you have any questions to me? എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ പേഷ്യൻ്റ് ചോദിക്കും, yes, I would really like to know what are the causes of post-operative chest discomfort. So you're going to explain that to the patient. Well, Mr. John, that's a very good question from your end. So let's have a look at the possible causes of post-operative chest discomfort. So please understand it's quite common due to the gas used in laparoscopic surgery, and muscle tension is also another contributing factor. So as I mentioned earlier,
this is quite natural, and it is quite common to experience these symptoms after the procedure, so please don't worry too much about it. കാരണം ഇതേ പോയിന്റ് തന്നെ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്, ടാസ്ക് നമ്പർ 3 ക്യാൻ ബി പോസ്റ്റ് സർജിക്കൽ ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതുപോലെ തന്നെ പറഞ്ഞാൽ മതി. എന്നിട്ട് again your next point is find out any other concerns അല്ലേ. അപ്പോൾ എന്താ ചോദിക്കാം, ഡു യു ഹാവ് എനി അതർ കൺസേൺസ് മിസ്റ്റർ ജോൺ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മിസ്റ്റർ ജോൺ പറഞ്ഞു, ഓക്കെ എനിക്ക് പ്രത്യേകിച്ച് വേറെ കൺസേൺസ് ഒന്നും ഇല്ല, പക്ഷേ ഐ എം ലിറ്റിൽ കൺസേൺഡ് അബൌട്ട് ദി സിംറ്റംസ് ദാറ്റ് ഐ ഹാവ് റൈറ്റ് നൗ എന്നൊക്കെയുള്ള രീതിയിൽ പേഷ്യൻറ്റ് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്നുകൂടെ റീകൺഫേം ചെയ്തിട്ടൊന്ന് എൻകറേജ് ചെയ്യുകയാണ്. മിസ്റ്റർ ജോൺ, well, your concerns are reasonable and I perfectly understand where this is coming from. But as I told you earlier, your current symptoms are not matching with the symptoms of deep vein thrombosis or pulmonary embolism. But remember to report to us if your symptoms worsen. That means if you experience increase in chest pain, okay, and if you have high difficulty to breathe, and if you notice swelling in your legs, like severe swelling in your legs, please make sure that you contact us immediately and let us know about it. And then the next point is, if necessary, refer the patient to a doctor for further assessment. അപ്പോൾ if necessary എന്നുള്ളൊരു പോയിന്റ് ഉള്ളത് കൊണ്ട് you can give the possibility or option ആയിട്ട് കൊടുക്കാം. Okay, and Mr. John, if needed, I can arrange an appointment with the doctor. You can see the doctor before you leave എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ കാണാം എന്നയാൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, well that's good, so please wait here, I will let you know when the doctor is available. So in the meantime, I would also like to remind you about your follow-up checkup in a week's time, so please make sure that you come for that എന്നുള്ള രീതിയിൽ പറയാം. എന്നിട്ട് നമുക്ക് പിന്നെയും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുമെന്ന് ചോദിക്കാം. So is there anything else, do you have any other questions എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ പേഷ്യൻ്റ് വരെയില്ല, എനിക്ക് വേറെ കൺസേൺസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും you can wind up by saying, so Mr. John, I hope everything is clear to you. So I have completed the current checkup for you, so please don't worry too much about it. So please wait here. The doctor will be here very soon. So before you leave, you can talk to the doctor, and then I will see you next week for your review. എന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. So this is the overall execution of this task. Okay. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കുവാണെങ്കിൽ കുറേ പോയിന്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ പക്ഷേ കോമൺ ആയിട്ട് നിങ്ങൾ എപ്പോഴും തന്നെ കാണുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടാസ്കുകൾ, അത് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ടാസ്ക് ആയിക്കോട്ടെ, അതും ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിൽ തന്നെ ഇങ്ങനെ സിംറ്റംസ് ഉണ്ടോ, അത് പ്രസൻ്റ് ആണോ, ഇത് പ്രസൻ്റ് ആണോ എന്ന് ചോദിക്കുന്നത്, റിസ്ക് ഫാക്ടേഴ്സ് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, പിന്നെ എന്ത് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ആ കണ്ടീഷൻ്റെ പോസിബിൾ കോസസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കോസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം എന്ന് നമ്മൾ വാൺ ചെയ്ത് പറയുന്ന അല്ലെങ്കിൽ ഇൻഫോം ചെയ്ത് പറയുന്ന കേസസ്, ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ടു കീപ്പ് ഇൻ മൈൻഡ്, ഓക്കെ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന കോണ്ടെക്സ്റ്റുകൾ, ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി വെരി സൂൺ എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ഇതൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സോ മേക്ക് ഷ്യൂർ ദാറ്റ് യു സ്റ്റാർട്ട് റൈറ്റ് നൗ ഇറ്റ് സെൽഫ്. ഓക്കെ, നിങ്ങൾ ഡേ 1 തൊട്ടേ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ മൊമെൻറ്റ് തൊട്ടേ നിങ്ങൾ ചെയ്തു പോകേണ്ട കാര്യങ്ങളാണിത്. പക്ഷേ എന്നാലും ഇറ്റ്സ് നെവർ ടു ലേറ്റ്. സോ പ്ലീസ് മേക്ക് ഷ്യൂർ ദാറ്റ് യു ഗൈസ് ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ വന്നാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഒരു കണ്ടീഷനെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇങ്ങനെ പറയാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദ മോർ യു ടോക്ക് അബൌട്ട് ഇറ്റ്, ദ മോർ യു ലേൺ അബൌട്ട് ഇറ്റ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഈസി ഫോർ യു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു 8 പോയിൻറ്റ്സ് മറക്കരുത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള ഒരു 8 പോയിൻറ്റ്സ് എന്നുള്ളത്. സോ അത് വർക്കൗട്ട് ചെയ്യാം. കാരണം 3 മിനിറ്റ്സ് എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കുമെന്ന് നമ്മുടെ 5 മിനിറ്റ്സ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് യു ഫോക്കസ് മോർ ഇൻ ടു ദി പ്രിപ്പറേഷൻ ഓഫ് 3 മിനിറ്റ്സ്. അപ്പോൾ 3 മിനിറ്റ്സിൽ മാക്സിമം ടാസ്കുകൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എന്നെക്കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ജസ്റ്റ് കംപ്ലീറ്റ് ആസ് മെനി ടാസ്ക്സ് ആസ് പോസിബിൾ. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ടൈമിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവസാനത്തെ ടാസ്കുകൾ മിക്കപ്പോഴും ഇപ്പം നമ്മൾ കണ്ടതുപോലെ തന്നെ റിവ്യൂ പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് റീഅഷ്യൂർ ചെയ്യുന്ന ടാസ്കുകളായിരിക്കാം. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കാർഡുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടാവും അല്ലേ, ഇതാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന കോണ്ടെക്സ്റ്റുകൾ. അപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഈ കോണ്ടെക്സ്റ്റുകൾക്ക് ഇങ്ങനെ പറയാം
എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഐഡിയനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു പോയാൽ മതി. ഓക്കെ, സോ അതൊക്കെയാണ് മൊത്തത്തിലുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ 8 പോയിന്റുകൾ മറക്കരുത്. ഇൻട്രൊഡക്ഷൻ, ഇനീഷ്യൽ അഷ്വറൻസ്, ആക്ഷൻ വെർബ്സിൻ്റെയും അതിൻ്റെ എക്സ്പാൻഷൻസും, കീവേഡ്സ് അതിൻ്റെ സിനോണിംസ്, ആൻഡ് ദെൻ യു നീഡ് ടു വർക്ക് ഓൺ ദി എൻഡ് ഓഫ് ഈച്ച് ടാസ്ക്, transition to the points, and then you need to work on ഏത് ഫ്രേസസ് ഒക്കെ എവിടേക്ക് ഉപയോഗിക്കണം, ആൻഡ് ലാസ്റ്റ്ലി ദ കൺക്ലൂഷൻ പോയിന്റ്. കേട്ടോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാനുള്ള വേറൊരു കാര്യം, ദ മെയിൻ പോയിന്റേഴ്സ് ഇത് വെച്ചാണ് ഓരോ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുക. സോ വെൻ ദ സ്റ്റാർട്ട് എ ടാസ്ക് വിത്ത് ദി ആക്ഷൻ വെർബ് ആൻഡ് വെൻ യു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഓക്കെ സോ ദിസ് ഇസ് ദ ഫ്രേസ് ദാറ്റ് ഐ ക്യാൻ യൂസ് ടു ബ്രേക്ക് ഡൗൺ ദിസ് ആക്ഷൻ വെർബ്, ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സൈഡ് നിങ്ങൾക്ക് ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് പോകുമ്പോഴുള്ള ഈ ഒരു ട്രാൻസിഷൻ പ്രോബ്ലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിക്കോട്ടെ, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഡീൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫീൽ ഫ്രീ ടു കോമെൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെഷൻ. Any questions? I hope it's clear to all of you. Okay, so in case if you come across any questions or any doubts that you need an explanation or anything like that, make sure that you comment it down. Okay, so later ആണെങ്കിലും ഞാനത് കോമെൻ്റ് എടുത്ത് നോക്കുമ്പോഴേക്കും അതിൽ ക്വസ്റ്റ്യനോ കൺസേൺസോ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് യു റിപ്ലൈ ഫോർ യു ഗൈസ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, യെസ്, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അതിൻ്റെ പോയിന്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. സോ ഐ വിൽ ബി ബാക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ അറ്റ് ദ സെയിം ടൈം വിത്ത് അനദർ കാർഡ്. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ എവ്രിവൺ.